ദിവസം തിരുവനന്തപുരത്ത് അപ്രതീക്ഷിതമായി മഴ പെയ്തിരുന്നു. ഇപ്പോഴിതാ മഴ പെയ്തതിനെ തുടർന്ന് ഒരു മനോഹരമായ ചിത്രം മലയാളികൾക്ക് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ നോക്കുന്ന ഓരോരുത്തർക്കും ആ ചിത്രം കാണാൻ സാധിക്കുന്നുണ്ട്. ഓമിയെ ആദ്യമായി മഴ നനയിപ്പിക്കുകയാണ് ദിയ. ദിയ കയ്യിലെടുത്ത് ഓമിയെ മഴ നനയിപ്പിക്കുന്ന ഒരു മനോഹരമായ ചിത്രം സോഷ്യൽ മീഡിയയിൽ ദിയ തന്നെ പങ്കുവച്ചിരിക്കുന്നു. ഓമിയുടെ ആദ്യത്തെ മഴ എന്നൊരു ക്യാപ്ഷനോടുകൂടി ഇത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുകയായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചത് അതിൻ്റെ അടിയിലെ കൃഷ്ണകുമാറിൻ്റെ കമൻറ്റ് തന്നെയാണ്. പണ്ട് നീ ഇങ്ങനെയായിരുന്നു, മഴ കണ്ടാൽ അപ്പോൾ നിനക്ക് പുറത്തിറങ്ങണം. പണ്ട് നിന്നെ ഇങ്ങനെ എടുത്തു നിൽക്കുന്നത് ഞാനായിരുന്നു. ഇപ്പോൾ എൻ്റെ സ്ഥാനത്ത് നീയും നിൻ്റെ സ്ഥാനത്ത് ഓമിയും. ഇന്ന് നിങ്ങളുടെ ചിത്രമെടുക്കാൻ ഞാനും. ഇങ്ങനെയാണ് കൃഷ്ണകുമാർ എഴുതിയത്. വളരെ മനോഹരമായ ഒരു കമൻറ്റ് പോലെ തോന്നി. പെട്ടെന്നാണ് പ്രേക്ഷകർ ഈ ഒരു വാർത്തയെക്കുറിച്ചും അതുപോലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെക്കുറിച്ചും എഴുതിയത്. ആരാധകർ വളരെയധികം സ്നേഹത്തിലാണ് ഈ ഒരു വാർത്തയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവച്ചത് എന്ന് പറയാം. പ്രേക്ഷക പ്രീതിയോടെ തന്നെ വളരെ പെട്ടെന്നാണ് ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ കയറിയത്. ഇപ്പോഴിതാ കൃഷ്ണകുമാറിൻ്റെ ആ വികാരഭരിതമായ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. ദിയ ഇപ്പോൾ മകനെ അത്രയേറെ സ്നേഹത്തിൽ വളർത്തുകയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മകനെ ഒന്ന് ആരെങ്കിലും എടുത്താലോ അല്ലെങ്കിൽ മകനെ ഒന്ന് ആവശ്യമില്ലാതെ ആരെങ്കിലും മുഖത്ത് തൊട്ടാലോ ഒക്കെ തന്നെയും ദേഷ്യം വരുന്ന ഒരു സാധാരണ അമ്മയായി തന്നെയാണ് ദിയ നിൽക്കുന്നത്. ദിയ അത് പുറത്ത് പറയുമ്പോൾ പലർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിലും ഒരമ്മയ്ക്ക് അത് മനസ്സിലാകും. ചില അമ്മമാർക്ക് അങ്ങനെ തോന്നുന്നത് പതിവ് തന്നെയാണ്. അവർ നമ്മുടെ കുട്ടിയെ തൊട്ട് കഴിഞ്ഞാൽ അവരുടെ അസുഖം നമ്മുടെ കുഞ്ഞിന് പതിക്കുമോ എന്നൊക്കെ ആയിരിക്കും പലരും ഭയപ്പെടുക. അതൊക്കെ തന്നെയായിരിക്കും പലപ്പോഴും പലരും ചോദിക്കുക. പ്രേക്ഷകർ ഇപ്പോൾ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വാർത്തയെ ഇത് മാറുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ആരാധകർക്കത് വളരെയധികം സ്നേഹമായി തന്നെ മാറുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓമിയുടെ വാർത്തയായതുകൊണ്ടാണ് കൂടുതൽ പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നത്. ഓമിയുടെ ആദ്യ മഴ അവൻ നനഞ്ഞു. മഴ നനഞ്ഞും ചെളിയിൽ കളിച്ചും അവൻ്റെ പുറകിലത്തെ ഗാർഡനിലുമൊക്കെ എല്ലാവരോടും സംസാരിച്ചും പൂച്ചയോടും മറ്റ് ജീവജാലങ്ങളോടുമെല്ലാം കൂട്ടായി തന്നെ അവൻ വളരണം. നല്ല രീതിയിൽ തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ കുഞ്ഞാണ്, മഴ നനഞ്ഞാൽ പനി പിടിക്കും എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്. അത് വളരെയധികം സ്നേഹത്തോടെയാണ് ദിയ പറഞ്ഞു കൊടുക്കുന്നത്. അതും വളരെയധികം നന്നായി എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ആരെ കണ്ടാലും അവരോടൊപ്പം കളിച്ച് ചിരിച്ചു നിൽക്കുന്ന ഒരു കുഞ്ഞാണ് ഓമി കുഞ്ഞ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനോടകം നിരവധി പ്രേക്ഷകരാണ് അത് ഏറ്റെടുക്കുകയും ചെയ്തത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.